ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഹാർവസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വ്യൂ കിട്ടും എന്ന് വിചാരിച്ചിടുന്നതല്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഹാർവസ്റ്റിംഗ് വീഡിയോയ്ക്ക് ലോങ് വീഡിയോയ്ക്ക് കുറച്ച് 1K അടുപ്പിച്ച് എനിക്ക് വ്യൂ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കതൊക്കെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഏകദേശം 1K ആൾക്കാർ കാണുമ്പോൾ അതിൽ 100 ലൈക്കെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കാണ് നമുക്ക് പ്രചോദനം. എനിക്ക് ഇങ്ങനെ സ്വീറ്റായിട്ടുള്ള വോയിസൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ വോയിസ് ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാർവസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലിപ്പോഴുള്ളത് കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ്. എന്നാലും അതെനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഒരു തിരക്കുമ്പോൾ കാണുമല്ലോ. അപ്പോൾ നേരെ എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങാനാണ് പതിവ് കേട്ടോ. അതൊരു സന്തോഷമാണ്. ഞാനിവിടെ ഇറങ്ങിയാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ കിട്ടുന്ന ഒരു ആനന്ദം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ വിഷമങ്ങളോ എന്തായിരുന്നാലും അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് വേണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ നമുക്കൊരു സന്തോഷം തോന്നുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്നതിന് തന്നെ ഒത്തിരി പ്രമുഖർ മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മമ്മൂക്ക, മോഹൻലാലേട്ട് എല്ലാവരും ഈ ഗാർഡനിങ്ങിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേട്ടോ. മിക്കവാറും നമ്മൾ ജയറാമേട്ടൻ ഇവരൊക്കെ നമുക്കതൊക്കെ കാണുമ്പോൾ അത് കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ഉത്തേജനം നൽകുന്നതാണ്. കാരണം ഇത് വീണ്ടും പല സാധാരണ ആൾക്കാരിലും ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് നൽകുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചെങ്കിലും വിഷമില്ലാത്ത വെജിറ്റബിൾസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കാൻ കേട്ടോ. ഇത് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. വല്ലാതെ അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഒരു ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. വിഷമില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. തൊടുന്നതും എടുക്കുന്നതും വാങ്ങുന്നതും മീൻ തൊട്ടി എല്ലാം നമ്മളെക്കൊണ്ട് കുറച്ചെങ്കിലും വിഷമില്ലാത്തത് കഴിക്കാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്നത് കുറച്ചെങ്കിലും നമ്മളൊന്ന് ചെയ്യണം കേട്ടോ. ഇതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇത്രയും സാധനം കിട്ടി. ഇന്ന് ഫുള്ളും ഞാൻ എൻ്റെ കിച്ചണിൽ ഇതാണ് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ച പയർ ചെടിയിൽ പയറൊക്കെ വരാൻ തുടങ്ങി, പൂവൊക്കെ വന്നു. ഇനി അതിന് എങ്ങനെ ഇരിക്കും, എത്ര നീളം വയ്ക്കും എന്നുള്ളത് എനിക്ക് അത്ര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങറ്റം നിൽക്കുന്ന ഈ പയർ ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് ഏകദേശം ഒരു വള്ളിയൊക്കെ വീശി തുടങ്ങിയപ്പോൾ വാങ്ങിയതാണ്. അതാണ് ഇന്ന് വരെ ഞാൻ ഹാർവസ്റ്റ് ചെയ്തത്. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത ചെടിയായതുകൊണ്ട് എനിക്ക് ആകാംക്ഷയാണ് ഇത് എത്രമാത്രം നീളം വയ്ക്കും, അതെങ്ങനെയായിരിക്കും അതിൻ്റെ രുചി എന്നറിയാനൊക്കെ അത്ര ആകാംക്ഷയോടെ ഇരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് മുകളിൽ നിന്ന് ഞാൻ കുറച്ച് ചെടികളൊക്കെ താഴേക്ക് കൊണ്ടുവച്ചില്ലേ, അതും വാടിപ്പോകുമ്പോൾ വരുമോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, എല്ലാം നന്നായിട്ട് വന്നു കണ്ടു. വയലറ്റ് കാന്താരിയൊക്കെ നന്നായി സൂപ്പറായിട്ട് വന്നു. ഞാനൊരു വളം പറഞ്ഞില്ലായിരുന്നു, ഫെർട്ടിലൈസർ, അത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ പുതിയ നാമ്പുകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ. ഇത് രണ്ടും ഇത് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾ നട്ടതിൻ്റെ കൂടെ തനിയെ മുളച്ച് വന്നതാണ്. അതൊരു ബോണസ് പോലെയാണ്. ഇത് ഞാൻ മിനി കമ്പോസ്റ്റിൽ ഇട്ടുന്ന വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്ന തക്കാളിയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ബോണസുകളാണ്. ഇതെല്ലാം നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി അതിൽ ഇത് വയ്ക്കുമ്പോൾ അടുത്ത നമുക്ക് ചെയ്യാനായിട്ട് ഒരു ചെടി ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ. ഇതാണ് പ്രകൃതി തരുന്ന ഫ്രീ ആയിട്ടുള്ള സമ്മാനങ്ങൾ.
പടവലത്തിന് നല്ല രീതിയിൽ വള്ളികൾ വീശാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ അതിൽ മുട്ടും വന്നു തുടങ്ങി, കണ്ടില്ലേ? ഇതൊക്കെയാണ് ഒരു വലിയ കാര്യം. ഇതൊക്കെ ഫുള്ളും ഈ മത്തനും പടവലം പാവയ്ക്ക അതുപോലെ തന്നെ നമ്മുടെ വഴുതന മുളകൊക്കെ വന്ന് കഴിയുമ്പോൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ വേറെ രീതിയിലേക്ക് പോകും. അപ്പോൾ ഇനി കുറച്ചും കൂടി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം. ഇത് രണ്ടാമത്തെ സെക്ഷനിൽ വെച്ച ടൊമാറ്റോസാണ്. അതിലൊക്കെ കാ വന്ന് തുടങ്ങി, പൂവും കായും ഒക്കെ വന്നു തുടങ്ങി. അതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് പറയുമ്പോൾ എൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അത്രയും എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് വാടി നിന്ന് അത്രയും വിഷമമാണ്. ഇതെൻ്റെ ഗാർഡനിലെ ബന്ദി പൂക്കളാണ്. മറ്റു കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വെച്ചത്. ഇത് ഇന്നത്തെ എൻ്റെ ഫുൾ ഹാർവെസ്റ്റിംഗ് ആണ്. ഇതെനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. മലബാർ ചീര എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇത് പരിപ്പൊക്കെ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെ എന്തെങ്കിലും ഷോർട്സ് ഇടാം. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് അവരക്കയും പയറും കൂടെ ഞാൻ തോരൻ വെച്ചതാണ്. അവരക്കയും വള്ളിപ്പയറും കൂടെ ചേർത്തുള്ള ഒരു തോരനാട്ടോ എൻ്റെ ഫാമിലിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായി. ഇത് എൻ്റെ തോട്ടത്തിൽ തന്നെ ചെയ്ത തക്കാളി വെണ്ടയ്ക്കയൊക്കെ ഇട്ടുള്ള മീൻ കൂട്ടാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മലബാർ ചീര ഞാൻ ചെറുതായിട്ട് എൻ്റെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് പരിപ്പൊക്കെ ഇട്ട് ചെയ്തതാണ് കേട്ടോ. നല്ലൊരു അടിപൊളി തോരനാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്സിലൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വിഷമില്ലാത്ത ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്നൊരു കോൺഫിഡൻസ്, ഒരു മനസ്സിന് സംതൃപ്തി നമ്മൾ ചെയ്താലേ കിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.